കൽപ്പറ്റ നഗരസഭയിലെ 25ാം ഡിവിഷനായ ഓണിവയലിൽ നിന്നും LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ശശി മാസ്റ്റർ. ഇത്തവണ ഈ വാർഡ് LDF തന്നെ നിലനിർത്താൻ കഴിയുന്ന പ്രതീക്ഷ? തീർച്ചയായിട്ടും LDF തന്നെ നിലനിർത്താൻ പറ്റും. കഴിഞ്ഞ കൗൺസിലർ തന്നെ ഇഷ്ടമാതിരി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ എന്തായാലും ഈ വാർഡ് നിലനിർത്താൻ പറ്റും, ഉറപ്പാണ്. LDF കൗൺസിലർ ഇവിടെ വാർഡിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയത്? ഇഷ്ടമാതിരി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. റോഡാണെങ്കിലും കുടിവെള്ളത്തിനാണെങ്കിലും സ്ട്രീറ്റ് ലൈറ്റ് ആണെങ്കിലും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാർഡ് ഇത്തവണ നിലനിർത്താനും കഴിയും. അതിലുപരിയായിട്ട് മുന്നോട്ട് ബാക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റും. കുറച്ച് വിശ്വാസമുണ്ട്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഈ വാർഡ് നിലനിർത്താൻ കഴിയുമെന്നുള്ളത് അത്രയും ഉറപ്പാണ്. തുടങ്ങി വെച്ച എല്ലാ പ്രവൃത്തികളും പൂർത്തിയാക്കാനും കഴിയും. അതിന് LDFിൻ്റെ ഭരണം തന്നെ, മുനിസിപ്പാലിറ്റി ഭരണം LDFിൻ്റെ ഭരണം തന്നെ വരികയും ചെയ്യും. 30 സ്ഥാനാർത്ഥികളും ശക്തർ തന്നെയാണ്. നിലവിൽ ഈ ചൊയലി റോഡൊക്കെ ശോചനീയാവസ്ഥയിൽ കിടക്കുകയാണല്ലോ. അപ്പം അതിനെന്തെങ്കിലും പരിഹാരം കാണാൻ വേണ്ടി കഴിയുന്ന താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും കഴിയും. അത് മറ്റൊരു ഡിവിഷന്റെ ഭാഗം കൂടി ഉണ്ട്. എന്നാലും ആ ഭാഗം ഈ 2 ഡിവിഷനും കൂടി ചേർന്നതാണ് ആ റോഡ്. ഇതുവരെ ഒന്നും ചെയ്യാത്തൊരു ആ റോഡിന്റെ അവസ്ഥ കണ്ടാൽ തന്നെ അറിയാം. ഇതിന്റെ മുന്നേ ഞാറ് നടലും ഫുട്ബോൾ കളിക്കലും വാട വെക്കലും അങ്ങനെ ഒട്ടനവധി മോശമായിട്ടുള്ള അവസ്ഥയാണ് ഈ റോഡിൻ്റെ അവസ്ഥ. ഇപ്പോഴും നടന്നു പോകാൻ വരെ പറ്റൂല. ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ വരില്ല, അങ്ങനത്തെ അവസ്ഥ. അത് ഇരട്ടി ചാർജ് കൊടുത്തിട്ടാണ് ഓട്ടോറിക്ഷ ഇങ്ങോട്ട് വരിക. അതന്നെ അവിടുന്ന് തൊട്ട് ഇവിടം വരെ അവരെ വഴക്ക് കേൾക്കേണ്ട ഒരു അവസരമാണുള്ളത്. അല്ല, റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് മുനിസിപ്പാലിറ്റിയാണ് കുറ്റക്കാരെന്നാണ് താങ്കൾ പറയുന്നത്? അതായത് തീർച്ചയായിട്ടും മുനിസിപ്പാലിറ്റി മാത്രമല്ല, ആ വാർഡിൽ ആരാണോ കൗൺസിലർ അവർ കുറേയൊക്കെ മുൻകൈ എടുക്കണം. അല്ലെങ്കിൽ എങ്ങനെയാ വാർഡ് കൗൺസിലർ ഈ ഗ്രാമസഭയിൽ പോയിട്ട് കൗൺസിൽ മീറ്റിംഗ് പോയിട്ട് വെറുതെ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് ഈ വാർഡിൻ്റെ കാര്യങ്ങളൊന്നും പറയാതെ അവർ തരുന്നൊരു ചായയും കുടിച്ച് പോന്നിട്ട് കാര്യമല്ല. അവനവൻ്റെ കാര്യം കൗൺസിലിൽ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു വാങ്ങാനുള്ള കഴിവാണ്. അതാണ് ഒരു കൗൺസിലർക്ക് വേണ്ടത്. അല്ലാതെ ഒരു കൗൺസിലറെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരു നല്ല അതായിരിക്കണം കൗൺസിലർ, ആരായാലും ശരി. അതല്ല, ഇപ്പൊ നിലവിലിപ്പം നിങ്ങളതിൽ കൂട്ടിച്ചേർത്ത ഭാഗമാണത്. നിലവിലിപ്പം ഓണിവയൽ എന്നുള്ള ഭാഗം അതാണ്. അപ്പം അത് കൂട്ടിച്ചേർത്തതാണ്. മടിയൂരിലെ ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് അത് അങ്ങനെ തുർക്കി ഭാഗം ഇങ്ങനെ വന്ന് കൂട്ടിച്ചേർത്ത് പറശ്ശേരി വയല് പിന്നെ കൈതക്കൊല്ലി അങ്ങനെ കൂടി വന്നതാണ് ഈ വാർഡ്. ഇപ്പം എതിർ സ്ഥാനാർത്ഥികൾ ശക്തരാണല്ലോ. ഇപ്പം നിലവിലെ നഗരസഭാ കൗൺസിലറായ MP വിനോദാണ് നിങ്ങൾക്കെതിരെ മത്സരിക്കുന്നത്. അപ്പം അവരൊക്കെ മറികടക്കാൻ കഴിയുന്ന പ്രതീക്ഷ ഉണ്ട്? തീർച്ചയായിട്ടും. കാരണം ഈ റോഡിന്റെ കാര്യം തന്നെ പോരെ. ഈ റോഡ് അത്രയും മോശം. തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. ജനങ്ങളെ ഞാനടക്കം ഈ വാർഡിന്റെ വോട്ടറാണ്. നിലവിലിവിടെ BJPക്ക് ത്രികോണ മത്സരത്തിന് സാഹചര്യം ഉണ്ടോ? ഇല്ലല്ല. അല്ല, അവർക്ക് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് ഭയങ്കര സ്വാധീനമുള്ള ഒരു വാർഡാണല്ലോ ഇത്. അപ്പൊ ഇപ്രാവശ്യം BJP അട്ടിമറി നേടി ഈ വാർഡിൽ വിജയിക്കാനുള്ള സാധ്യത ഉണ്ടോ? 25ാം വാർഡില് ത്രികോണ മത്സരമാണ് നടക്കുന്നതെന്നുള്ളൊരു പ്രചരണം വലിയ രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്. BJPക്ക് അത്തരത്തിലൊരു സ്വാധീനം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ ഇക്കാലം വരെ കഴിഞ്ഞിട്ടില്ല. കഴിയാത്തതിൻ്റെ ഒരു ഭാഗം ഇവിടെ LDF ശക്തമായി കഴിഞ്ഞ പ്രാവശ്യം LDFിൻ്റെ കൗൺസിലറായിട്ടുള്ള റെജില ആയിരുന്നു ഇവിടുത്തെ കൗൺസിലർ. ആ കൗൺസിലർ ഒട്ടനവധി വികസന കാര്യങ്ങളിൽ ഇടപെടുകയും വികസനം കൊണ്ടുവരുന്നതിൽ വലിയ രീതിയിലുള്ള നഗരസഭയിൽ പോരാടിയിട്ടുള്ള ഭാഗമായിട്ടാണ് നമ്മുടെ ഈ നഗരസഭയിലെ കഴിഞ്ഞ 24ാം വാർഡ് ഇപ്രാവശ്യം 25ാം വാർഡാണ്. 24ാം വാർഡിലുണ്ടാക്കിയുള്ള വികസനം ഒരു ഭരണ കക്ഷിക്ക് പോലും അത്തരത്തിലുള്ള ഒരു വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു പൊതു സ്വതന്ത്രനായിട്ടാണ് ഞങ്ങളുടെ 25ാം വാർഡിൻ്റെ മാറ്റം വന്നപ്പോൾ 25ാം വാർഡായി മാറുകയും ആ വാർഡിൽ LDFിൻ്റെ പൊതു സ്വതന്ത്രനായിട്ട് ശശി മാസ്റ്റർ മത്സരിക്കുകയാണ്. വലിയ ഭൂരിപക്ഷത്തോടു കൂടി, കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങൾ ഉറപ്പായി വിജയിക്കുമെന്നാണ് ഞങ്ങളെ കണക്കൂട്ടലും പാർട്ടിയുടെ കണക്കൂട്ടലും LDFിൻ്റെ കണക്കൂട്ടലും. അതുപോലെ തന്നെ ഈ വാർഡിലെ നിലവിലെ കൗൺസിലർ എന്ന് പറയുന്നത് കൗൺസിലർ മാത്രമല്ല, 10 ദിവസത്തേക്ക് ഒരു ചെയർമാനായിട്ട് കഴിഞ്ഞിട്ടില്ല, ഈ നിലവിലെ ചെയർമാനായി തുടരുകയാണ്. അയാളുടെ വാർഡിൽ ഒരു വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല എന്ന് പറയുന്ന സത്യം യാഥാർത്ഥ്യം നമ്മളെ മുന്നിൽ നിൽക്കുകയാണ്. അവിടെ ഇപ്പോൾ മാഷി പറഞ്ഞ പോലെ, നമ്മുടെ LDFിൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞ മാതിരി റോഡില്ല, പാലല്ല, വെള്ളം കുടിക്കാനില്ല. അതുപോലെ റോഡിന് മുകളിൽ വാഴ നടുകയും ഫുട്ബോൾ കളിക്കുകയും നാറ് നടുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിലവിലെ ചെയർമാൻ്റെ വാർഡിൽ ചെയ്തു വരുന്നത്.
ഇതിനൊരു മാറ്റം വേണമെങ്കിൽ അത്തരത്തിലൊരു വാർഡാക്കി മാറ്റാൻ ഒരിക്കലും ഞങ്ങൾ 25-ാം വാർഡ് എന്ന് പറയുന്ന ഓണിവയലിനെ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ മാഷെ വലിയ ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കുന്നതോടൊപ്പം തന്നെ നഗരസഭാ ഭരണം LDFന് തീർച്ചയായും കിട്ടുന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. സ്ഥാനാർത്ഥിയായ ശശി മാസ്റ്ററെ പറ്റി വ്യാപാരി വ്യവസായ സമിതിയുടെ ജില്ലാ സെക്രട്ടറി ആയ പ്രസന്നകുമാറേട്ടൻ എന്താ പറയാനുള്ളത്? വ്യാപാരി വ്യവസായി സമിതിയുടെ തന്നെ ഒരു മെമ്പർ കൂടെയാണ് നമ്മുടെ ഈ സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ളത് വ്യാപാരി വ്യവസായികളുടെയും കൂടെ ഒരു ആവശ്യമായിട്ട് തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുകയാണ്. മാത്രമല്ല മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ 7.5 വർഷക്കാലം അതിദാരുണമായ രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്തിട്ട് മുനിസിപ്പാലിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ വികസന പ്രവർത്തനങ്ങളെയും മുരടിപ്പിച്ചിട്ട് സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കാൻ വേണ്ടിയിട്ട് മുതിർന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു ഭരണസമിതിയാണ് ഉണ്ടായിരുന്നത്. വെറും 10 ദിവസത്തേക്ക് ഒരു ചെയർമാനെ പോസ്റ്റ് ചെയ്തുകൊണ്ട് സർക്കാരിന് അധിക ചെലവ് വരുത്തിയ ഒരു കൗൺസിലാണ് ഈ കഴിഞ്ഞ കൗൺസിൽ. മാത്രമല്ല നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഈ റോഡ് വികസനം, റോഡിൻ്റെ ഭംഗിയാക്കൽ, റോഡിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എല്ലാം തന്നെ തകർത്തടിച്ച് കഴിഞ്ഞ ഞങ്ങളുടെ ഭരണകാലത്ത് ചെയ്ത പ്രവൃത്തി അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഇവിടുത്തെ വ്യാപാരികളെയും അങ്ങനെ തന്നെ ഒരൊറ്റ മനുഷ്യനും യാതൊരു വിധമായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു കൗൺസിൽ ഭരണമായിരുന്നു ഈ കഴിഞ്ഞ 7.5 വർഷക്കാലവും ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിർബന്ധമായിട്ടും ഈ പ്രാവശ്യം ഇടതുപക്ഷം ജയിക്കേണ്ടതിൻ്റെ ആവശ്യകത നിലനിൽക്കുകയാണ്. 30 സ്ഥാനാർത്ഥികൾ, നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ 30 സ്ഥാനാർത്ഥികളും അതിശക്തരാണ്. 100% നമ്മൾ ഈ പ്രാവശ്യം വിജയിച്ച് ഭരണം LDFന്റെ കയ്യിലെത്തും എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല. ചോലവയലിലെ ഉന്നതിയിലെ ബാബുവേട്ടനാണ് നമ്മുടെ ചേരുന്നത്. അപ്പം ശശി മാസ്റ്റർ ആണല്ലോ ഇപ്രാവശ്യം ഓണിവയലിൽ മത്സരിച്ചത്. അപ്പം എന്താണ് സ്ഥാനാർത്ഥിയെ പറ്റി പറയാനുള്ളത്? സ്ഥാനാർത്ഥിയെ പറ്റി എനിക്ക് നല്ല കാര്യം മാത്രമേ പറയുള്ളൂ. ഏറ്റവും കൂടുതൽ അവിടെ ഫസ്റ്റ് ജയിച്ചിട്ടു എല്ലാം ചെയ്തത് നമ്മുടെ ശശിമാർ തന്നെ. അവിടെ വീടില്ലാത്തവർക്ക് എല്ലാവർക്കും വീട്, കിണറില്ലാത്തവർക്ക് കിണർ, ലൈറ്റ് ഇല്ലാത്തവർക്ക് ലൈറ്റ്, നമുക്ക് റോഡ്, വിളക്ക് ലൈറ്റ്, 2 കോണിൽ വീട്, ഇല്ലാത്തവർക്ക് സ്ഥലവും വീടും എല്ലാം സഹായം ചെയ്യുന്ന ഒരു മാഷാണ് ശശി മാഷ്. ഈ വർഷം അതേപോലെ 25-ാം വാർഡിൽ ഓണിവയലിൽ വെച്ച് വിജയിക്കുന്നുണ്ട്. അതേപോലെ വിജയിക്കട്ടെ എന്ന് ഞങ്ങളും എല്ലാവരും കോളനിക്കാരും എല്ലാം മൊത്തം മാഷിൻ്റെ കൂടെയാണ്. ബാക്കിയുള്ളവർക്ക് ഞങ്ങൾക്ക് ആർക്കും ഒരു താല്പര്യമില്ല, ഒന്നുമില്ല. ഞങ്ങൾ മാഷ് വിജയിക്കട്ടെ എന്നുള്ളൊരു വിജയം മാത്രമേ ഉള്ളൂ. എല്ലാം ചെയ്യുന്ന ഒരു മാഷ് ശശി മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ ചോലവയൽ ഉന്നതിയിലെ താമസക്കാരനായ ഗോപാലൻ നമ്മോടൊപ്പം ചേരുന്നത്. ശശിമാഷ് ഇതിനു മുമ്പ് കൗൺസിലർ ആയിരുന്നല്ലോ. അപ്പം ശശിമാഷ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്ന്? അത് 20-ാം വാർഡായിരുന്നു, ഇപ്പൊ 25-ാം വാർഡാക്കി. പക്ഷെ 20-ാം വാർഡ് മത്സരിച്ചിട്ട് നമുക്ക് പല നേട്ടങ്ങളും ചെയ്തു തന്നു. പിന്നെ കുടിവെള്ളം എത്തിച്ച് തന്നു, റോഡ് ഉണ്ടാക്കി തന്നു, പിന്നെ ലൈറ്റ് ഉണ്ടാക്കി തന്നു, അതുപോലെ പിന്നെ വീടിൻ്റെ ഇത് ഉണ്ടാക്കി തന്നു. എല്ലാ സഹായങ്ങളും നമുക്ക് ചെയ്തു തന്ന് ഇതുവരെ. ഇപ്പോഴും രണ്ടാമതും ഇലക്ഷൻ വർക്കിൽ നിന്നിരിക്കുന്നു. ഇനിയും ഞങ്ങൾ നന്നായിട്ട് ഭൂരിപക്ഷത്തോടു കൂടി നമ്മൾ ജയിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതുപോലെ നമ്മൾ ഇനിയും ജയിപ്പിക്കും. CPM നേതാവ് രാമകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ശശിമാഷാണല്ലോ ഇപ്രാവശ്യം ഓണിവയലിൽ മത്സരിക്കുന്നത്. എന്താണ് സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ? സ്ഥാനാർത്ഥിയുടെ നല്ല പ്രതീക്ഷയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം ശശിമാഷ് നമ്മളെ 25-ാം വാർഡിലേക്ക് നിന്നപ്പോൾ തന്നെ നല്ല ഒരു പ്രതീക്ഷയുണ്ട്. ഇവിടെ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് നമുക്ക് ഉറപ്പുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ശശിമാഷ് വന്നപ്പോൾ തന്നെ ഈ നാട്ടുകാർക്ക് ഭയങ്കര ആവേശമുണ്ട്. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും നല്ല ഭൂരിപക്ഷത്തോടെ നമ്മൾ ജയിക്കും. അഷറഫ് ഖാക്ക് എന്താണ് സ്ഥാനാർത്ഥിയെ പറ്റി പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇവിടെ 25-ാം വാർഡില് LDFന്റെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന ശശി മാസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓണിവയൽ പ്രദേശവാസികൾ മുഴുവൻ വോട്ടർമാരും 2 കൈ നീട്ടി സ്വീകരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയത്. നമ്മൾ പല കുടുംബയോഗങ്ങളിലും പങ്കെടുത്തപ്പോൾ ആ പ്രദേശത്തുള്ള കുടുംബങ്ങളും കുട്ടികളടക്കം വന്നു നിന്നുകൊണ്ട് ഈ ശശി മാസ്റ്ററെ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗങ്ങളായി കാണാൻ കഴിഞ്ഞാൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. ആയതുകൊണ്ട് ശശി മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തെ അറിയാവുന്നവനും നാട്ടുകാരെ അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ചിഹ്നമായ ജീപ്പ് അടയാളത്തിൽ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും
വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട്. ശശിമാഷ് ഒത്തിരി ഭൂരിപക്ഷത്തോടു കൂടി ഈ വാർഡിനെ നിലനിർത്തുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പൊതുപ്രവർത്തകനും ഓണിവയലിലെ CPM നേതാവുമായ മോഹൻകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അപ്പം എന്താണ് സ്ഥാനാർത്ഥിയെ പറ്റിയും അതുപോലെ തന്നെ ഈ വാർഡിനെ പറ്റിയും എതിർ സ്ഥാനാർത്ഥികളെ പറ്റിയൊക്കെ പറയാനുള്ളത്? LDFിൻ്റെ സ്ഥാനാർത്ഥിയായ ശശിധരൻ മാഷ് ഒരു നല്ല കാൻഡിഡേറ്റായിട്ട് നമ്മൾ കണക്കാക്കിയത്. LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ നല്ല വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇവിടുത്തെ ഭരണത്തെ പറ്റി പറയുകയാണെങ്കിൽ കൽപ്പറ്റ മുനിസിപ്പാലിറ്റി നഗരസഭ ഇപ്പോൾ നരകസഭയായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമായി 7.5 വർഷത്തോളമായി ഈ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നഗരസഭയുടെ ഓഫീസ് ബോഡി കൂട്ടലും അതേപോലെ തന്നെ പാവപ്പെട്ടവനൊരു കല്യാണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഈ അവസരത്തിൽ ടൗൺ ഹാൾ എന്നൊരു ടൗൺ ഹാൾ പുനരുദ്ധരിക്കാൻ വേണ്ടി കഴിയാതെ പൊളിച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ സാധനങ്ങളും സാമഗ്രികളും ആക്രി വിലയ്ക്ക് വിറ്റ് പുട്ടും പപ്പടം അടിച്ച് ഈ മുനിസിപ്പാലിറ്റി ഭരണകർത്താക്കളോട് ലജ്ജ തോന്നുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ LDFിനെ പിന്തുണച്ച് ഈ 30 ഡിവിഷനിലും നമ്മുടെ സഖാക്കൾ വിജയിക്കും എന്നുള്ള ഉറപ്പാണ് ഞങ്ങൾക്കുള്ളത്. ആയതുകൊണ്ട് നമ്മുടെ ഈ 25-ാം വാർഡിൽ മത്സരിക്കുന്ന ശശിധരൻ മാഷെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്.